നിലമ്പൂരിലെ പരാജയം അംഗീകരിക്കുന്നതായാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞത്. ജനവിധി അംഗീകരിക്കുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദനും പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും ബി ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു LDF നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ടെത്തി നിലമ്പൂരിൽ പ്രചരണം നടത്തിയത്. ഇപ്പോൾ 10,000-ലധികം വോട്ടുകൾക്ക് പിന്നിലാണ് എം സ്വരാജ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൈമ നിലമ്പൂരോട്ട് വന്നതാണ്. ആഘോഷങ്ങളൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. റോഡ് ഷോ ഒക്കെ തുടങ്ങാൻ പോകണം. ഇനി ആഘോഷങ്ങളൊക്കെ കണ്ട് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിലപാടുകളാണ് ശരിയെന്നുള്ളത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ചിലരുടെ നിലപാടുകൾ അതിനെ അടിവരയിട്ട് പറയുന്ന ഒരു ഫലമാണ് നമുക്കിവിടെ നിലമ്പൂരിൽ കണ്ടത്. പ്രത്യേകിച്ചും VD സതീശൻ എന്നുള്ള UDFന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ചില നിലപാടുകൾ എടുത്തത്. PV അൻവർ നേരത്തെ UDFിലേക്ക് വരുമെന്നൊക്കെ ഒരു സൂചന ഉണ്ടെങ്കിൽ പോലും 3 നിബന്ധനകൾ PV അൻവർ വെക്കുകയുണ്ടായി. പക്ഷേ ആ 3 നിബന്ധനകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് PV അൻവറിനെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാടായിരുന്നു VD സതീശൻ എടുത്തത്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടപ്പാകില്ല. LDF UDFന്റെ ആര്യാടൻ ഷൗക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന്റെ ആ ഒരു വിജയം, ഏതാണ്ട് 11,000-ൽ പരം വോട്ടുകളുടെ ഒരു വിജയമെന്ന് പറയുന്നത് ശരിക്കും VD സതീശൻ എന്ന ഒരു നേതാവിന്റെ വലിയൊരു വിജയം കൂടിയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്ക് അത് കൃത്യമായിട്ട് തന്നെ പ്രവർത്തിച്ചു. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടികളുടെ വോട്ടും ക്രോഡീകരിച്ചിട്ടുണ്ട്, കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ UDFന് പോയിട്ടുണ്ട്. മറ്റൊന്ന് PV അൻവർ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ആകർഷണ കേന്ദ്രം കൂടിയായിരുന്നു. സ്വതന്ത്രനായിട്ട് നിന്ന് പോലും ഏതാണ്ട് 19,000 ചില്ലാനം വോട്ടുകൾ നേടാനായത് PV അൻവറിന്റെ നമ്മൾ ഒരിക്കലും കുറച്ചു കാണിക്കില്ല. PV അൻവർ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പ്രത്യേകിച്ചും ഈ ഉത്തര മലബാറിൽ UDFന് വളരെ ശക്തി പകരാൻ പോകുന്ന ഒരു ബന്ധമായിരിക്കും PV അൻവറുമായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ പിണക്കങ്ങളൊക്കെ മാറും. അത് വീണ്ടും പിണറായി എന്നുള്ളതാണ് മുഖ്യ ശത്രു. ആ പിണറായിസത്തിനെതിരെ പോരാടുന്നതിൽ PV അൻവറും UDFന്റെ ഭാഗത്തേക്ക് വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന ആദ്യ സൂചനകൾ. അത് പ്രാവർത്തികമാകാനുള്ള ചർച്ചകളായിരിക്കും വരും ദിവസങ്ങൾ നടക്കുക. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മൾ പല ഓഫീസുകളും പോകുകയുണ്ടായി, ഇടതുമുന്നണിയുടെ ഓഫീസുകളൊക്കെ സന്ദർശിച്ചു. പക്ഷേ അവിടെയെല്ലാം ഒരു ശ്മശാന മുഖത, ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ കൊട്ടിക്കലാശത്തിലും ഒക്കെ കണ്ടിരുന്നത്. ഇടതുമുന്നണി എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും സംഘടനാ ഒരുക്കങ്ങളും ഒക്കെ മുന്നേറായിട്ട് നടത്തി, മുന്നൊരുക്കങ്ങളോടുകൂടി നടത്തി തന്നെയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ട് അത്രയ്ക്ക് താഴെ തട്ടിൽ മുതൽ തന്നെ പ്രവർത്തിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേതൃത്വം നൽകി, മന്ത്രിമാരടക്കം MLA-മാരടക്കം MP-മാരടക്കം CPIM ജനറൽ സെക്രട്ടറി അടക്കം ഇവിടെ വന്ന് പ്രവർത്തിച്ച ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. ശ്രീകുമാർ, അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ഈ ഒരു പരാജയം LDFനെ എത്രത്തോളം ഇനിയുള്ള മുന്നോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമുണ്ട്, ഇനിയുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ ഏത് രീതിയിലായിരിക്കും LDFനെ സ്വാധീനിക്കുക? സൈമ, തെരഞ്ഞെടുപ്പുകൾ വിജയം പരാജയമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഒരിക്കൽ വിജയിച്ചാൽ അടുത്ത തവണ പരാജയപ്പെടും. അങ്ങനെ ഒരു തിരിച്ചുവരവാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2016-ൽ നഷ്ടപ്പെട്ട ആ ഒരു സീറ്റ് UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം മറ്റു വിഷയങ്ങളുണ്ട്. അവർ കൂടുതൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. അവർ ഏകദേശം പ്രതീക്ഷിച്ച തന്നെ ഒരു 2,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ബോഡി ലാംഗ്വേജുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്ട് പരാജയ ഭീതി ഉറപ്പാക്കി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മൂന്നാം പിണറായി സർക്കാരിനായിട്ട് പ്രവർത്തിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിൽ ചിലപ്പോൾ ഈ മുന്നണി ബന്ധങ്ങൾ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. ചില മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ടാകാം. അങ്ങനെ നമുക്ക് പ്രവചനാതീതമാണ് വർത്തമാനകാല രാഷ്ട്രീയം. മറ്റൊന്ന്, ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 200 വോട്ടുകൾ കൂടുതലായി നേടാനായതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് 8,000-ൽ പരം വോട്ടുകൾ ഈ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നേടാനായി. അതും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ മലബാർ മേഖലയിൽ നിന്നും BJPക്ക് നേടാനായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതും ഒരു സൂചനയാണ് ഈ 2026-ലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും നിലമ്പൂരോട്ട് ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ആഘോഷങ്ങളൊക്കെ തുടങ്ങിയാണ്. നമ്മളും ഈ പറഞ്ഞ ദൃശ്യങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ, അതായത് 8 മണിക്ക്, സാധാരണ 8 മണിക്കൊന്നും തപാൽ വോട്ട് എണ്ണുന്ന സമയത്തൊന്നും പതാകകളുമായിട്ടൊന്നും ആരും വരാറില്ല. ഒരു ട്രെൻഡ് അറിഞ്ഞതിന് ശേഷം മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഈ പെരുമ്പാവൂരുകാരൻ എല്ലാ തെരഞ്ഞെടുപ്പുകളും പോലെ രാവിലെ തന്നെ ലീഗിന്റെ കൊടിയുമായി എത്തിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു സൂചനയാണെന്ന് പറയാനുണ്ടായി. സൈമ, ശരി ശ്രീകുമാർ പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ പരാജയവും വിജയവും ഒക്കെ സാധാരണയാണ്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല.
വിവരങ്ങൾ നൽകിയത് ബി ശ്രീകുമാറായിരുന്നു.